happens only in India. മായാവതിജിക്ക് പൊളിറ്റിക്സ് പവർ മാനിയ. ശ്രീമതി ജയാ ബച്ചൻ ആണെങ്കിൽ രേഖ ഫോബിയ. അത് പണ്ടേ ഉള്ളതാണ്. പക്ഷേ അതിപ്പോ കൂടുന്നതിനുള്ള കാരണം സച്ചിനോടൊപ്പം രേഖാജിക്കും പാർലമെന്റിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ആ സീറ്റിൽ മിക്കവാറും ജയാ ബച്ചൻജിയുടെ അടുത്തുള്ള സീറ്റിലായിരിക്കും രേഖാജി ഇരിക്കുക എന്നുള്ള സൂചന കിട്ടിയതുകൊണ്ടാണ്. ജയാജി തന്റെ സീറ്റ് മാറാനുള്ള റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അല്ലേലും ബച്ചൻ സാറിന്റെ ഹൃദയത്തിൽ ഇപ്പോഴും എവിടെയോ ഒളിഞ്ഞിരിപ്പുള്ള ആ മുഖം ഇടയ്ക്കിടയ്ക്ക് പാർലമെന്റിൽ വെച്ച് അടുത്തു കാണേണ്ടി വരിക എന്നുള്ളതിന്റെ ഒരു ദുഃഖം, ധർമ്മസങ്കടം, അത് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ അവരെ രണ്ടുപേരും പാർലമെന്റിൽ കണ്ടുമുട്ടിയാൽ അമിതാഭ് ജിനെ റീസെന്റ്ലി കഹാ ഹെ കി രേഖാജിയോടൊപ്പം അഭിനയിക്കാൻ ഞാൻ ഇപ്പോഴും എപ്പോഴും തയ്യാർ. അപ്പൊ പിന്നെ ജയാജി പാടാതിരിക്കോ? It happens only in India. It happens only in India. It happens only in India. ഇത് ഉങ്കൽ RJ പൂജ, എന്റെ കൂടെ സൗണ്ട് മാസ്റ്റർ യെൽദോ ഓൺ ക്ലബ് FM. കഴിഞ്ഞ തവണ ആമിർ ഖാന്റെ ഒരു മൂവിക്കുള്ള റെമ്യൂണറേഷൻ, അതായത് 40 കോടി കേട്ടതിന്റെ ഷോക്ക് മത്തായി ചേട്ടൻ ഇതുവരെ മാറിയിട്ടില്ല. നെഞ്ചുവേദന ഇപ്പോഴും ഉണ്ടോ മത്തായി ചേട്ടാ? ഓക്കെ യു ടേക്ക് റെസ്റ്റ്. ഇനിയിപ്പോ നിങ്ങളുടെ സൺഡേയിലെ റെസ്റ്റിംഗ് ടൈം കട്ടെടുക്കാൻ ആമിർ ഖാൻ ഇന്ന് വരുന്നുണ്ട്. അല്ല, ഇപ്പൊ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിലും കാശ് കൃത്യമായി കിട്ടുന്നിടത്ത് ആമിർ ഖാൻ കൃത്യമായിട്ടെത്തും. പക്ഷേ ഈ അടുത്ത് ആമിറിന്റെ ദോസ്തായ ഒരു ഓട്ടോ ഡ്രൈവറിന്റെ മകളുടെ കല്യാണത്തിന് ആമിർ ഖാൻ എത്തി. ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുകയും ചെയ്തു. അതായത് സ്റ്റേജിൽ കയറി നിന്നതാ. ആമിർ ഖാൻ വന്നപ്പോ എല്ലാരും കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി നിന്നപ്പോ സ്റ്റേജ് ദാണ്ടെ കിടക്കണു ഡിം. എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം പക്ഷേ ചാരിറ്റിക്ക് വേണ്ടി സ്വന്തം മോൻ സംഘടിപ്പിച്ച ഒരു ക്രിക്കറ്റ് മാച്ചില് വരാമെന്ന് പറഞ്ഞിട്ട് ആമിർ ഖാൻ നഹി ആയ. പക്ഷേ സൽമാൻ ഖാൻ വന്നു, ക്രിക്കറ്റ് കളിച്ചു. Excellent, Salman bhai, keep it up. It happened last week in India. Stay tuned. It happens only in India. കാശുണ്ടാക്കുന്നവരുടെ കാര്യമാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയിൽ. പക്ഷേ കാശ് ചെലവാക്കുന്ന കാര്യത്തിൽ റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ വനിതയുമുണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തകളിൽ. യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് അവർ ഓണറബിൾ പ്രസിഡന്റ് ശ്രീമതി പ്രതിഭ പാട്ടീൽ ജി. പ്രസിഡന്റ് കാലാവധി തികയാൻ കഷ്ടിച്ച് 3 മാസം മാത്രം ബാക്കി നിൽക്കെ പ്രതിഭാജിയുടെ കുടുംബ പരിവാര സമേതമുള്ള ഫോറിൻ ട്രിപ്പുകൾ വീണ്ടും വിവാദമായിരിക്കുകയാണ്. എവിടെ പോയാലും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ബന്ധുക്കളും ഉൾപ്പെടെ 10-12 പേരെങ്കിലും പ്രസിഡന്റ് ജിയുടെ കൂടെ ഉണ്ടാവും. പ്രോട്ടോകോളിൽ ഇല്ലാത്തൊരു വകുപ്പാണിത്. ഇവരെയും കൊണ്ട് 12 ഫോറിൻ ട്രിപ്പുകൾ നടത്തിയതിന് ഗവൺമെന്റിന് ചെലവായത് 169 കോടി. ഗവൺമെന്റ് ചെലവിലൊരു പുതിയ വീടിന്റെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വാ പ്രതിഭാജി, ആപ് ശരിക്കും ഒരു പ്രതിഭ തന്നെ. ഇനിയിപ്പോ പ്രതിഭാജിക്ക് ശേഷം നമുക്ക് കാത്തിരുന്ന് കാണാം കോൻ ബനേഗാ ക്രോർപതി, ഐ മീൻ രാഷ്ട്രപതി. It happens only in India. കണ്ണുകൾ ടിവിയിലേക്ക് പോയാലും കാതുകൾ ക്ലബ് എഫിനൊപ്പം തന്നെ വേണം. ക്യൂങ്കി ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ ഹാപ്പൻസ് ഓൺലി ഓൺ ക്ലബ് FM. എവറി സൺഡേ 10 AM to 12 PM. പ്രോഗ്രാം കേട്ട് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് ഞാൻ അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് മെയിൽ ചെയ്യണം. ഐഡിയസ് ithappens@clubfm.co.in. മെയിൽ അയക്കുമ്പോ കൂടെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ആഡ് ചെയ്യാ. മേ ബി നെക്സ്റ്റ് വീക്ക് നിങ്ങളിൽ ഒരാളെ ഞാൻ തിരിച്ചു വിളിക്കും. നമുക്ക് ഇന്ത്യയെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം എന്നുള്ള വിഷയത്തിൽ ഒരു ചർച്ച നടത്താം. എന്തേ? ജസ്റ്റ് ജോക്കിംഗ്. ഓക്കെ, സോ അടുത്ത ആഴ്ചയിൽ സന്ധിക്കും വരേക്കും ദിസ് ഇസ് RJ പൂജ ആൻഡ് സൗണ്ട് മാസ്റ്റർ യെൽദോ വിഷിംഗ് യു ഓൾ സ്വസ്ഥ രഹോ, വ്യസ്ത രഹോ और मस्त रहो.